വിശദമായി നോക്കാം. കർണാടക തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് ആണ്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സന്തോഷ്, രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്നോ സെമി ഫൈനലോ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു കർണാടക തെരഞ്ഞെടുപ്പിനെ. ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് തന്നെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? മനു, ഇതുവരെ അതായത് ഏകദേശം 3 മണിക്കൂർ വരെയുള്ള കണക്കുകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആദ്യ മണിക്കൂറിൽ വളരെ മന്ദഗതിയിൽ ആരംഭിച്ച വോട്ടിംഗ് ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ഒരു 9 മണിവരെ അധികം വോട്ടർമാരെ ഒന്നും ബൂത്തുകളിൽ കണ്ടില്ല എങ്കിൽ പോലും അതിനുശേഷമാണ് അധികമായി ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തിത്തുടങ്ങിയത്. ബാംഗ്ലൂരിലെ 26 നിയമസഭാ മണ്ഡലങ്ങളിൽ രാവിലെ മുതൽ തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഗ്രാമീണ മേഖലകൾ, പ്രത്യേകിച്ച് ഈ പഴയ മൈസൂരൊക്കെ ഉൾപ്പെടുന്ന ഓൾഡ് ബാംഗ്ലൂരും പിന്നെ ഈ കോസ്റ്റൽ ഏരിയയൊക്കെ ഉൾപ്പെടുന്ന ദക്ഷിണ കന്നഡയിലുമൊക്കെ ബൂത്തുകളിലൊക്കെ ആ വോട്ടർമാരുടെ നിര വളരെ കുറവായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കൂടുതൽ വോട്ടർമാർ ആ മേഖലകളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സെൻട്രൽ കർണാടക, ഹൈദരാബാദ് കർണാടക ഈ മേഖലകളിലൊക്കെയുള്ള ഏകദേശം 56ഓളം നിയമസഭാ സീറ്റുകൾ കഴിഞ്ഞ തവണയൊക്കെ കാര്യമായി തന്നെ ഈ കോൺഗ്രസിന്റെ തുണച്ച മണ്ഡലങ്ങളാണ്. ഇവിടെ ലഭിച്ച വോട്ടുകളാണ് അല്ലെങ്കിൽ ഇവിടെ ലഭിച്ച സീറ്റുകളാണ് കോൺഗ്രസിനെ ഭരണത്തിൽ എത്തിച്ചത്. ഈ മേഖലകളിലൊക്കെ വോട്ടിംഗ് രാവിലെ കുറഞ്ഞത് കോൺഗ്രസ് ക്യാമ്പുകളെ ആശങ്കയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതലായി വോട്ടർമാർ എത്തുന്നുണ്ട് എന്നത് വളരെ പ്രതീക്ഷ ആ മേഖലയ്ക്ക് നൽകിയിട്ടുണ്ട്. BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി യെദ്യൂരപ്പ രാവിലെ വോട്ട് ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് 130ലേറെ സീറ്റുകൾ BJPക്ക് കിട്ടും എന്ന പ്രതീക്ഷയാണ്. സിദ്ധരാമയ്യയും അതാത് മണ്ഡലത്തിലെത്തി വോട്ട് ചെയ്തു. പക്ഷെ വിജയ പ്രതീക്ഷ അദ്ദേഹവും തുറന്നു പറഞ്ഞു. 85-ന് ശേഷമുള്ള കർണാടകയുടെ ചരിത്രം അനുസരിച്ച് ഒരു പാർട്ടിയും ഭരണ തുടർച്ച നേടിയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം അത് തിരുത്തി കുറിക്കും എന്നാണ് സിദ്ധരാമയ്യ അവകാശപ്പെടുന്നത്. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ ഹുംബ്ലിയിലെ അദ്ദേഹത്തിന്റെ ബൂത്തിലെത്തി വോട്ട് ചെയ്തു. അദ്ദേഹം വോട്ട് ചെയ്ത് മടങ്ങി. അത് തുടർന്ന് പിന്നാലെ ബന്ധുക്കൾ വോട്ട് ചെയ്യാൻ അല്പസമയം താമസിച്ചു. കാരണം അവിടുത്തെ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന്, ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് വോട്ടിംഗ് യന്ത്രം മാറ്റിവെച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഇങ്ങനെ ചില ഒറ്റപ്പെട്ട മണ്ഡലങ്ങളിൽ വോട്ടിംഗ് മെഷീനെ കുറിച്ച് വ്യാപകമായ പരാതികളുണ്ട്. പരാതികൾ കണക്കിലെടുത്ത് ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീനും ചില സ്ഥലങ്ങളിൽ VVPAT മെഷീനുകളും പുനഃസ്ഥാപിച്ച ശേഷമാണ് വോട്ടിംഗ് ആരംഭിച്ചത്. ഇങ്ങനെ ഒരു അരമണിക്കൂറോളം ചില മണ്ഡലങ്ങളിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടുവെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. 12,000-ഓളം ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായാണ് കണക്കാക്കുന്നത്. പക്ഷേ ഈ മേഖലകളിലും യാതൊരു പ്രശ്നവും, പ്രത്യേകിച്ച് ബെല്ലാരി മേഖലകളിലെ ബൂത്തുകളിലൊന്നും ഇതുവരെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സായുധ സംഘത്തിന്റെ വലിയ കനത്ത നിരീക്ഷണത്തിലാണ് വോട്ടെടുപ്പ് കർണാടകയിൽ എങ്ങും പുരോഗമിക്കുന്നത്. മനു, സന്തോഷം. ഒരുപക്ഷെ സമീപകാലം കണ്ട ഏറ്റവും വലിയ പ്രചാരണങ്ങൾക്കൊടുവിൽ ഇന്ന് കർണാടക ജനത പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഈ ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനും BJPക്കും അവരുടെ പ്രചാരണത്തിനനുസരിച്ച് ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു അഭിപ്രായത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ ഇനിയുള്ള സമയങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ പോളിംഗ് ശതമാനം ഉയരുമെന്ന പ്രതീക്ഷയിലാണോ ഇരു പാർട്ടികളും? മനു, അതൊരു നിർണായക വിഷയമാണ്. കാരണം രാവിലെ കർണാടകയിൽ വോട്ടിംഗ് ആരംഭിച്ചത് മുതൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ അക്കാര്യത്തെക്കുറിച്ചാണ് വിലയിരുത്തലുകൾ പല ഭാഗത്തും നടത്തുന്നത്. കാരണം കർണാടക ഈ അടുത്ത കാലത്തൊന്നും ഇത്രയേറെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത്. നരേന്ദ്രമോദിയുടെ കീഴിൽ 56ഓളം കേന്ദ്രമന്ത്രിമാർ കർണാടകയിൽ ഉടനീളം വിന്യസിക്കപ്പെട്ടു. അമിത്ഷയും പിന്നെ BJPയുടെയും സംഘപരിവാറിന്റെയും മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും ഉപയോഗിക്കപ്പെട്ടു. 2013-ൽ 46 സീറ്റ് മാത്രം ലഭിച്ച BJPയാണ് അത്രത്തോളം വലിയൊരു പ്രചരണമൊക്കെ നടത്തുന്നത്. അപ്പോൾ മറുപക്ഷത്താകട്ടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലായിരുന്നു പ്രചരണം. രാഹുൽ ഗാന്ധി എത്തിയെങ്കിൽ പോലും സിദ്ധരാമയ്യയുടെ ഒരു കഴിവ് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും പ്രകടന മികവും ഒക്കെയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഉടനീളം കണ്ടത്. കൃത്യമായ മറുപടികൾ മോദിക്കും അല്ലെങ്കിൽ BJPക്കും ഒക്കെ നൽകി
നൽകി സിദ്ധരാമയ്യ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. കാരണം കർണാടകയുടെ 45 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒരു മുഖ്യമന്ത്രി പോലും 5 വർഷം കൃത്യമായി തികച്ചിട്ടില്ല. പക്ഷെ സിദ്ധരാമയ്യ 5 വർഷം എന്ന ആ ഭരണ കാലയളവ് തികയ്ക്കുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ BJPയുടെ ഹിന്ദുത്വവാദത്തെ തകർക്കാനായി അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ ഈ ലിംഗായത്ത് സമുദായത്തിന് പ്രത്യേക മത പദവി കൊടുത്തത്, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം കൂട്ടി OBC SC ST വിഭാഗങ്ങൾക്കായി പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് BJPയുടെ ആ ഹിന്ദുത്വവാദത്തെ അല്ലെങ്കിൽ ഹിന്ദുത്വ നിലപാടുകളെയൊക്കെ പ്രതിരോധിക്കാൻ സിദ്ധരാമയ്യക്ക് കഴിഞ്ഞു. അങ്ങനെ എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതുകൊണ്ടായിരിക്കാം പല അഭിപ്രായ സർവേകളും, വലിയ ദേശീയ മാധ്യമങ്ങൾ അടക്കം നടത്തിയ അഭിപ്രായ സർവേകളും ആർക്കും ഒരു കൃത്യമായ മുൻതൂക്കം പറയുന്നില്ല. 224 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷം 134 വേണം. പക്ഷേ ക്ഷമിക്കണം, 122 വേണം. പക്ഷെ അങ്ങനെ 122 എന്ന ആ മാന്ത്രിക സംഖ്യ മറികടക്കാൻ കർണാടകയിൽ ആർക്കും കഴിയില്ല എന്നാണ് ഇതുവരെ വന്ന അഭിപ്രായ സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഉണ്ടെങ്കിൽ മനു ചോദിച്ചത് പ്രകാരമാണെങ്കിൽ അത്ര വാശിയേറിയ ആ പ്രചരണം നടന്നിട്ടോ, അത് തൂക്കുമന്ത്രിസഭയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന പ്രചരണം നടന്നിട്ട് പോലെ അതിൻ്റെ അത്രയുള്ള ശക്തമായ ഒരു വോട്ടിംഗ് ബൂത്തുകളിലൊന്നും രാവിലെ കാണാത്തത് ആശങ്ക ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇനി അത് മെച്ചപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 15 ലക്ഷത്തോളം യുവ വോട്ടർമാർ ഇപ്പോൾ പുതുതായി വോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും അവരൊക്കെ വോട്ടിംഗ് ബൂത്തുകളിൽ എത്തും. അവരുടെയൊക്കെ നിലപാട് വളരെ നിർണായകമാകും. ഇനി അങ്ങോട്ട് വൈകുന്നേരം 6 മണി വരെ വോട്ടിംഗ് ഉണ്ട്. ആ ഉച്ചയ്ക്ക് ശേഷമെങ്കിലും കാര്യങ്ങൾ മറിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, സന്തോഷ് സാർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ പ്രതീക്ഷിച്ചത്ര രീതിയിലുള്ള ഒരു പോളിംഗ് അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നടന്ന ഒരു വലിയ പ്രചരണത്തിന്റെ ആ ഒരു ഫലം ആദ്യ മണിക്കൂറുകളിലെ വോട്ടെടുപ്പിൽ കാണുന്നില്ല. പക്ഷേ ഇനിയുള്ള സമയത്ത് 6 മണി വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോളിംഗ് ഇനി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും BJPയും JDS-ഉം അടക്കമുള്ള പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം.